ഉയർത്തെഴുന്നേറ്റു എന്ന് നാം അംഗീകരിക്കുന്നത് പോലെ തന്നെ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം. ഈ ദിവസം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ യേശു നമ്മുടെ രക്ഷിതാവിനെ നോക്കി നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ, വ്യതകൾ, നമുക്ക് വേണ്ടി സഹിച്ച പ്രയാസങ്ങൾ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് നമുക്ക് നിത്യജീവൻ നൽകിയ കർത്താവിനെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. സ്തോത്രം. Hallelujah. We praise you, God. Hallelujah. Thank you, Lord. Lord, we praise your holy name. We thank you for the salvation that you have given to us. We thank you for the eternal life that you have given to us. We thank you because you not only died for us, but you resurrected from the dead. You are the only one who have ever resurrected from the dead. നീ മാത്രം ആണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. മരണത്തെ ജയിച്ച ഞങ്ങളുടെ രക്ഷിതാവിനെ ഞങ്ങൾ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Praise you, Jesus. Praise you, Jesus. Hallelujah. ഞങ്ങളുടെ പാവങ്ങളെ അകറ്റുവാൻ, ഞങ്ങളുടെ ശാപങ്ങളെ അകറ്റുവാൻ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്ന യേശു ക്രിസ്തു കർത്താവേ, ലോകരക്ഷിതാവ്, മരണത്തെ ജയിച്ചവൻ നീ മാത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവേ, ഇന്ന് ലോകം മുഴുവനും യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനും കർത്താവിനെ ഓർക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവനായി ഇരിക്കുന്നുവെന്ന് ഓർക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് ഓർക്കുവാൻ, ഞങ്ങളുടെ പാപം അകറ്റി എന്ന് ഓർക്കുവാൻ, ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്തത് ഓർക്കുവാൻ, കർത്താവേ, അങ്ങനെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിട്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിത്യജീവന്റെ വില മനസ്സിലാക്കി കർത്താവേ, ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായ ഞങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് ദൈവം നൽകിയ ആത്മീയ ജീവിതം ഞങ്ങളിൽ തന്നെ ഒതുക്കി വയ്ക്കുവാനല്ല, ഞങ്ങളത് മറ്റുള്ളവരിലൊക്കെ പകരുവാൻ, മറ്റുള്ളവരെ അറിയിക്കുവാൻ, മറ്റുള്ളവരെയും നിത്യജീവനിലേക്ക് നടത്തുവാൻ, പാപത്തിന്റെ അധീനതയിലായിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഞങ്ങൾക്ക് ചുറ്റുമുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കർത്താവേ, ഞങ്ങളെ അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് അതിനുള്ള കൃപ നൽകുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ ഉയർപ്പിന്റെ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു പുതിയ ദർശനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവാഞ്ചലിസത്തെ കുറിച്ചുള്ള ഒരു ദർശനം, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു ദർശനം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനുള്ള ഒരു ദർശനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോ മനസ്സിനെയും കർത്താവ് അറിയണമേ, ഓരോ ആവശ്യങ്ങളെയും കർത്താവ് അറിയണമേ. ആത്മാവിൽ ഞങ്ങൾക്ക് പുതുക്കം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഭയുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കണമേ. ഇന്ന് ഞങ്ങളോടൊപ്പം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരും കൃത്യസമയത്ത് തന്നെ വെളിയെത്തുവാൻ ദൈവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഞങ്ങൾ ചിന്തിക്കാത്ത അനേകം ഈ ആരാധനയിൽ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തണം. ഞങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ കർത്താവേ, ആത്മാവിലും സത്യത്തിലും ഞങ്ങളുടെ ആത്മാവിൽ ഉത്സാഹം പ്രാപിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ പാടുന്ന
ആ വരികളൊക്കെ ഞങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ സന്നദ്ധ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഹൃദയം തുറന്ന് ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസ്ഥ അർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുക. ദൈവത്തിന്റെ വചനത്തോട് ഞങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ സഭായോഗത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ ആത്മാവ് തന്നെ പരിഭരിച്ച് നടത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ചവനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. ആമേൻ. സൺഡേ കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കാൻ ചെയ്യുന്നു, സ്തുതിക്കുന്നു. പറഞ്ഞതുപോലെ ഉയർപ്പിന്റെ ഞായറാഴ്ചയായി ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ ദൈവം ജീവിക്കുന്നു. അവന്റെ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. നമുക്ക് ഇന്ന് ജയാലിയായ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇടയാക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം എന്ന പാട്ട് നമുക്ക് പാടാം. നിന്നതല്ല, നമ്മൾ നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. പല സാധ്യതകളും നമ്മളിൽ നിന്ന് അകന്നു പോയപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് അവർ വഴി നടത്തിയ ദൈവമാണ്. ശത്രു നമുക്കെതിരായി നിന്നപ്പോൾ കർത്താവ് നമുക്ക് ജയം നൽകിയ കർത്താവാണ്. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിച്ച് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിഴി.
നമ്മളിവിടെ ആയിരിക്കുമെങ്കിലും ഹല്ലേലൂയ മഹാനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ 2-3 പേർ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവന്റെ സാന്നിധ്യം നൽകാമെന്ന് അവന് ഹല്ലേലൂയ വാഗ്ദത്തം നൽകിയ കർത്താവാണ്. ഹല്ലേലൂയ അവന്റെ തിരുമുഖം ഹല്ലേലൂയ നമുക്ക് ദർശിക്കാം. അവന്റെ സാന്നിധ്യം അറിഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ ഹൃദയങ്ങളെ തുറന്ന് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഒരു പാട്ട് കൂടെ കരങ്ങളെ അടിച്ച് പാടാം. യോഹന്നാന് പത്മോസ്തിയിലായിരുന്നപ്പോൾ നമ്മുടെ കർത്താവിനെ ദർശിച്ച ദർശനം 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് രാജാവുടെ ശിരസ്സിൽ വഹിച്ച് 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെയാണ് കർത്താവിനെ ദർശിച്ചത്. നമുക്ക് ഈ സമയം കർത്താവിന്റെ ആ മുഖം ദർശിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. നമുക്ക് ആരാധിക്കാം. വലങ്കയിൽ പിടിച്ച് രാജാവുടെ ശിരസ്സിൽ വഹിച്ച് 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് രാജാവുടെ ശിരസ്സിൽ വഹിച്ച് 7 പൊന്നിലവിളക്കുകളുടെ
സകലത്തിന്റെ മീതെയും അധികാരം പ്രാപിച്ചവൻ, പുസ്തകങ്ങൾ തുറക്കുവാൻ അധികാരം ലഭിച്ചവൻ, ആരും തുറക്കാതെ അടയ്ക്കുന്നവൻ, ആരും അടയ്ക്കാതെ തുറക്കുന്നവൻ, രാജാതിരാജാവ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകൻ എത്രയോ വലിയവൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവൻ തന്ന അരിമനാഥൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ അവന്റെ വചനപ്രകാരം 2 3 പേർ ദൈവത്തിന്റെ നാമത്തിൽ കടന്നു വരുന്ന ഇടത്ത് കടന്നു വരാൻ അരുളി ചെയ്തവൻ സാക്ഷാൽ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ കണ്ട് മനസ്സരിഞ്ഞ് അതിന് പരിഹാരം വരുത്തുവാൻ ആ വലിയ രക്ഷകൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആരാധനയെ വഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ദൈവജനം ദൈവസ്ഥന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ, ഇനി കടന്നു വരുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരും കൃത്യസമയം തന്നെ അവിടെ എത്തിച്ചേരുവാൻ നമുക്ക് അവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ഈ സമയം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. Hallelujah. We thank you, Jesus. We glorify your name, O God. Hallelujah. Glorify your name. Lord, we trust in you. ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ സമാധാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കടന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവേ വ്യസനത്തിനുള്ള കർത്താവേ അവിടുന്ന് ഞങ്ങളോട് ദയ തോന്നിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. സ്നേഹത്തിലെ പരിപാലനത്തിന്റെ ഓരോ ദിവസവും അവിടുന്ന് പരിപാലിച്ചിടത്തോളം ഞങ്ങളെ ആയുസോടും ആരോഗ്യത്തോടും കൂടെ ഈ ഭൂമിയിൽ സമയം കടന്നു വന്ന എല്ലാ ഹൃദയങ്ങളെയും ഓരോ ഹൃദയത്തിലെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമാറാകണമേ. പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അവിടുന്ന് മാനിക്കുമാറാകണമേ. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുക്കുമാറാകണമേ. വചനത്തിന് സംസാരിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിക്കണമേ. പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സകല വേളയ്ക്കായി നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നല്ല സമയം അടികൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ ഉയർപ്പിന്റെ ദിവസം കൂടെ അടികൾക്ക് അങ്ങ് അവിടെ നിന്ന് കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്തു കർത്താവേ. അടികൾക്ക് നല്ലവനായി വല്ലവനായി ഇന്നും കൂടി നല്ല കർത്താവേ. അടിങ്ങളുടെ പാവത്തിനും അടിങ്ങളുടെ രോഗത്തിനും അടിങ്ങളുടെ ദുഃഖത്തിനൊക്കെ കർത്താവേ ഈ അടികൾക്ക് വേണ്ടി കാൽവരി യാഗമാക്കുന്നല്ലോ. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടിങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആലയത്തിൽ കൂടി വരുവാൻ കർത്താവ് അടികളെ ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. അനേകം പലമായ പ്രയാസത്താൽ ഭാരപ്പെടുമ്പോൾ അടികൾ യുദ്ധത്തോടും ആരോഗ്യത്തോടെ ഈ ദേശത്ത് കർത്താവേ ഈ ഒരു ആലയത്തോടെ അടികൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടികളുടെ കുറവുകളൊന്നും ഓർക്കാതെ ദൈവമേ ഈ അടികളോട് മനസ്സരിയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അടികൾ കൂടി വന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാവേ. ഈ ആലയത്തിനൊക്കെ അറിയുന്നല്ലോ
എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനേക സീറ്റുകൾ ഒഴിച്ചു കിടക്കുന്ന കർത്താവേ ആലയത്തിന്റെ അവസ്ഥകൾ അറിയുന്നല്ലപ്പ അവിടുന്ന് അനേകരെ കൂട്ടിവരുത്തുവാൻ കർത്താവ് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അതിനുള്ള വഴികളെ എന്റെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ ബോഡി പ്രദേശത്ത് ആലയത്തെ കർത്താവ് തന്നല്ല ദൈവത്തിന്റെ വഴി തുറക്കണം. വഴികളുടെ കുറവൊന്നും കണക്കിന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനത്തെയും കണ്ട മുദ്രയുടെ സൂക്ഷിക്കണം കർത്താവേ. നിങ്ങൾ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കുന്നുമേ കടന്നു വന്നതുപോലെ അല്ല പറ്റ അനേകരും അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ ദൈവം പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കണ്ടം ജയിക്കണമേ. അടികളുടെ കുറവ് ഒന്നിന് തടസ്സമായി തീരുവാനിടയാക്കട്ടെ. ദൈവവിഷയമായി ജീവിക്കാൻ സഹായിക്കണമേ. ഞാനും മഹത്വം കെടുത്താട്ടെ. സകല യേശുവിന്റെ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. Praise God, praise God, praise God. Let us all arise in the presence of God and read Psalms 22. 22ാമത്തെ സങ്കീർത്തനം നമ്മൾ മുഴുവനും വായിക്കുന്നില്ല. ആദ്യത്തെ 19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Psalms 22 verses 1 to 19. 22ാം സങ്കീർത്തനം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. He is Lord. He is Lord. He has risen from the dead, and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. കർത്തനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാം ഒട്ടും മടങ്ങും എല്ലാം നാം പാടിടും യേശു മാത്രം കർത്താവ് എല്ലാം ഒട്ടും മടങ്ങും എല്ലാം നാം പാടിടും യേശു മാത്രം കർത്താവ്. Praise God. Psalm 22 verses 1 to 19. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. എന്റെ അധരം മലർത്തി തല കുലുക്കുന്നു. നീയല്ലോ എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല ഒഴിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. കഷ്ടമടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുത്. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. വിവക്ഷയോട് അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. എന്റെ കടലിന്റെ നടുവെ ഒരുങ്ങിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുവരിക്കുന്നു.
അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ കറുത്തെടുക്കുന്നു. എന്റെ ആയുധം ചീറ്റുന്നു. അടുത്ത വാക്ക് നോക്കി ചേർത്ത് വായിക്കുന്ന നീയോ യഹോവേ ആയിരിക്കുന്നത് സഹായിക്കാൻ വേഗം വരയണമേ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു സങ്കീർത്തനമാണ് നാം ഇന്നിവിടെ വായിച്ചത്. കർത്താവ് വളരെ കഷ്ടം സഹിക്കുന്ന ആ അവസ്ഥ വളരെ വളരെ വ്യക്തമായി ഈ സങ്കീർത്തനത്തിൽ കൂടി നാം കാണുന്നു. സഹായിപ്പാൻ ആരുമില്ലാതെ വളരെ കഷ്ടത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു വരുന്ന ആ ഒരു സാഹചര്യം പ്രവചനത്തിന്റെ ആത്മാവിൽ കൂടി ഇവിടെ എഴുതിയിരിക്കുകയാണ്. കാൽവറി ക്രൂശിൽ യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ ഇതിന്റെ ഒക്കെ ഒരു ഫുൾഫിൽമെന്റ് കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് കഷ്ടം സഹിക്കുന്ന അവസ്ഥ നാം കാണുന്നു. ഇന്ന് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവൻ, അവൻ കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ ഇരിക്കുന്നവനല്ല, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, സകലത്തിന് മീതെയും അധികാരം ലഭിച്ചവൻ, നാം പാടിയതുപോലെ പുസ്തകം തുറക്കുവാൻ അധികാരം ലഭിച്ചവൻ, 7 നിലവിളക്കുകളുടെ നടുവിൽ കൂടി നടക്കുന്നവൻ, രാജാതി രാജാവായി വീണ്ടും വരുന്നവനായ ആ രക്ഷിതാവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷിതാവായതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ വെടിവെച്ചത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു പുതിയ ദർശനം, കാൽവരിയെ സംബന്ധിച്ച ഒരു പുതിയ ദർശനം ഞങ്ങൾക്ക് നൽകണമേ. സുവിശേഷീകരണത്തെ സംബന്ധിച്ചുള്ള പുതിയ ഒരു ദർശനം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ അതിരുകളെ കർത്താവ് വിസ്തീർണമാക്കണമേ. കടന്നു വന്ന ദൈവജനത്തെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മടങ്ങി പോകുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated in the presence of God. നാം സാധാരണ ചെയ്യുന്നത് പോലെ ഇന്ന് നമുക്ക് ബർത്ത്ഡേ, there is no birthday, there is no anniversary, and every once in a while we don't have that, but as our membership increases, we will have birthdays and anniversaries every week. So today I am very delighted about this being the Resurrection Sunday. And yesterday, as I was looking through the Facebook, I don't get enough time to look through the Facebook now. I used to spend a lot of time, put a like for every little thing, but now I don't have that much time. Every once in a while I look, and I saw one post there, and our sister Annie put a like on it, and the post says that they were looking for a good church to go for the Easter Sunday, and everywhere it is written, he is not here. So then there was it's not a joke maybe, but every church is saying he is not here because he is risen. But in this church, I am going to say he is here. I'm not going to say he is not here, but Jesus is here. That is why we are here. And I know when Jesus came into this world, the very name Emmanuel said, he is with us. He is with us. And then Apostle Paul said, he is in us. Amen. He is in us. Christ is in us, the hope of glory. Amen. So we can never say anywhere he is not here. He is always here. He is with us. He is in us. And today, as we think and reflect and meditate upon the Word of God, that is what we are going to meditate upon. Christ is in us. He is always in us, guiding us. And in this church, Christ is always here. He is not standing outside. He is not knocking from the outside. He is inside in this church. So if we ever put a board out there, it will be he is here. So we are not going to look the opposite way. We're going to put the other way. He say Christ is here. And at this time we are going to sing the offering song and take the offering. കർത്തനെ വാഴ്ത്തി വാഴ
എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. അവൻ നല്ലവനല്ലോ, ഇപ്പോൾ നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. And pray for all the needs of our church, and then we will continue the worship. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ഉയർപ്പിൻ പ്രഭാതം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ പാടി സ്തുതിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അനേകർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം ഈ പകൽക്കാലം നമുക്ക് തന്നല്ലോ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അനേക ദുഃഖത്തില് വേർപാടിന്റെ ദുഃഖത്തില് മറ്റുള്ള പലവിധമായ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു പകൽക്കാലമായിരിക്കും ഇത്. ആമേൻ. പല രോഗങ്ങളും ഡയഗ്നോസ് ചെയ്യപ്പെട്ട ദിനങ്ങളായിരിക്കാം. അനേകർക്ക് കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരായിരിക്കുന്ന അവസ്ഥകളായിരിക്കാം. അവിടെയൊക്കെയും നമ്മൾ നല്ലവരായിട്ടല്ല, കൊള്ളാവുന്നവരായിട്ടല്ല, എന്നാൽ കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം ഈ രാവിലെ നമ്മുടെ കണ്ണ് കാണുവാൻ നമുക്ക് കൃപ തന്നു. നമ്മളത് ചോദിച്ചതല്ല. ആമീൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്ക് ശ്വാസം എടുക്കുവാനുള്ള കഴിവ് തന്നു. അത് നമ്മളോട് കർത്താവിനോട് ചോദിച്ചതല്ല. ആമീൻ. നമ്മുടെ ചെവികൾക്ക് കേൾവി തന്നു. അതും നാം ചോദിച്ചതല്ല. എന്നാൽ സർവശക്തനായ ദൈവം നമുക്ക് ഓരോ ദിവസവും ഇതെല്ലാം നൽകി തരുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നു, നാം എളിയാതെ ഭയപ്പെടണം. ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണല്ലോ. ആമീൻ. പ്രാർത്ഥനയ്ക്കായി നമ്മൾ തലകളെ മടക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ദൈവമക്കളെ. ഈ പ്രാർത്ഥനയിൽ കൂടി നടക്കാത്തത് ഒരു കാര്യമില്ല. നമ്മൾ അറിഞ്ഞവരാണ്. ആമീൻ. മരിച്ചവരെ ഉയർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്താൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിടുതൽ നടക്കുമെന്ന് നമ്മൾ വായിച്ച് അനുഭവിച്ചറിഞ്ഞവരാണ്. ആമീൻ. വിടുതൽക്ക് കാഴ്ച കൊടുക്കുന്ന ആ കർത്താവിന്റെ വചനവും അവിടുത്തെ ശക്തിയുമാണ്. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ലോകം വിചാരിച്ചു അവനെ ഒതുക്കി കളയാമെന്ന്. എന്നാൽ മരണത്തെ തോൽപ്പിച്ച് ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗ്ഗവാദി സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ, അത് തന്നെയുമല്ല നമ്മെ ചേർക്കാനായി ആമേൻ ആസന്നമായിരിക്കുന്ന കാലങ്ങളിൽ കടന്നു വരുന്നതായ ആ സർവശക്തന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമയമുള്ള എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് നമുക്ക്
പ്രാർത്ഥിക്കാം. പേരുപേരായി നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ ദിനംപ്രതി പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ. സമയത്തിന്റെ ചുരുക്കത്താല് എല്ലാ വിഷയങ്ങളും എല്ലാ പേരുകളും ഞാൻ പറയുന്നില്ല. നാം വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകം രണ്ട് ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവദാസന് വരുന്ന ദിവസങ്ങളിലൊക്കെ സർജറിയിലും കൂടി കടന്നു പോകുന്നല്ലോ. ദൈവം അവിടെയൊക്കെയും അത്ഭുതകരമായ കരം നീട്ടുന്നതിനായി, അത്ഭുതകരമായ കരത്തിനാൽ തന്നെ അവനെ അവൻ നടത്തുന്നതിനായി നമുക്കൊക്കെ ഒരു പ്രൊസീജർ കേൾക്കുമ്പോൾ പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ അറിയുന്നല്ലോ. ഏറ്റവും വലിയ സർജറി കർത്താവാണ് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദൈവത്തിന്റെ കരം ആ ഡോക്ടർമാരുടെ കരത്തോട് ചേർത്ത് വെച്ച് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ കാരണം അവന് പൂർണ്ണമായ വിടുതല് കൊടുത്ത് ഹല്ലേലൂയ ഒരുമിച്ച് വീണ്ടും കർത്താവിനെ ആരാധിക്കുന്ന ദിനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളത് ഓർത്ത് വിശ്വാസം കണ്ണുകൾ കൊണ്ട് നാം അത് കാണുകയാണ്. ഹല്ലേലൂയ. കുടുംബമായി അവരെ സഹായിക്കുന്നതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നാട്ടിലായിരിക്കും കുടുംബമായി നമുക്ക് വഹിക്കാം. അവിടെയുള്ള എല്ലാ സഭകളെയും ചുമൽ കൊടുക്കുന്ന എല്ലാ സഭകളെയും ആവശ്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെയും കുഞ്ഞുങ്ങളുടെ ഈ ഫെസിലിറ്റിയെയും ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യവും ഒക്കെ തന്നെ കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കാം. സിസ്റ്ററെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടിയങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ. അതുപോലെ രോഗികളായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഞാൻ പറയുന്നു. മാത്യു കുഞ്ഞുമോളെ മാമയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സുമി, അതുപോലെ തന്നെ പാസ്റ്റർ സാംകുട്ടി, KJ ജോൺ ആൻഡ് ആഷ്ലി മാത്യു, പാസ്റ്റർ മാത്യു ജോൺ, തോമസ് വർഗീസ്, ഇവരെയൊക്കെ നമ്മുടെ ബുധനാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക ദേവദാസന് പ്രത്യേകമായ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണല്ലോ. ആ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള വലിയ വലിയ കാഠിന്യമായ അവസ്ഥകൾ കൂടി പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചർച്ചകൾ കടന്നു പോകുന്നല്ലോ. ദൈവവചനം പ്രഘോഷിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ വാതിലുകൾ അടയുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലെ നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ പ്രാർത്ഥിച്ചാൽ കഴിയാത്ത കാര്യങ്ങളില്ലെന്ന് ദൈവവചനം ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം. ദൈവം നിങ്ങൾ ആരും പ്രാർത്ഥിക്കണമെന്ന കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഒരാളുണ്ടെങ്കിൽ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. ഒരുമിച്ച് ഈ ഫോണിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചയെ കൊണ്ട് പ്രാർത്ഥിക്കാക്കി ദിവസങ്ങൾ അനേകർ കൂടി വന്ന് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടല്ലോ. അത് അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് പലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിസ്റ്ററെ ഓർക്കും, നമ്മുടെ ബ്രദർ ജോൺ ഫാമിലിയെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒരുമിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായോ ദൈവം ഇടയാക്കട്ടെ എന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ ഏതെങ്കിലും വ്യക്തികൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാം, അതിന്റെ പേര് പറയണമെന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേർക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ആത്മീയ ബലവും നൽകണം നാഥാ. സ്തോത്രം കർത്താവേ. കുടുംബമായ അനുഗ്രഹിക്കണമേ. കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കണം. ഹല്ലേലൂയ. പൈതങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഭാവിയെല്ലാം ദൈവമേ ഉത്തരങ്ങളിലായിരിക്കുന്നല്ലോ നാഥാ. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥാ. ഹല്ലേലൂയ. കർത്താവേ. ഹല്ലേലൂയ. നാട്ടിലായിരിക്കുന്ന ദാസൻ തോമസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊണ്ടുവന്ന ദൈവം ആവശ്യങ്ങളിൽ കൂടെ വരവിലെ ജോലിക്കാരെല്ലാം സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ പ്രത്യേക സൗഖ്യം നിന്റെ കരങ്ങളിലാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആശ്വസിപ്പിച്ച് വഴി നടത്തണം. കുടുംബത്തോട് ദൈവം നീ മനസ്സറിയണമേ. കുടുംബത്തോട് ദൈവം നീ അവരെ കൊണ്ടുവന്ന അവരെ മാനിച്ചു വഴി നടത്തണം. സഹായിക്കണം. ഭാവിയെല്ലാം നിന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നതാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി നിൽപ്പാൻ, സഭയ്ക്ക് വേണ്ടി നിൽപ്പാൻ, കവേടികളോട് പാരാകുന്ന ജീവിതത്തിൽ എല്ലാ പേരുകളും സമർപ്പിക്കുന്നതിനെ പ്രാർത്ഥന സകലമാനോ മഹത്വ അപ്പച്ചനെടുത്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ രാജാവേ, യേശു അപ്പച്ചാകയുടെ പൊന്നുമുഖത്തേക്ക് ഹല്ലേലൂയ ലോകമെങ്ങും ഇസ്രായേൽ കൊണ്ടാടുന്ന കർത്താവേ, ദിവസത്തിന്റെ പകൽക്കാലം കർത്താവേ, ജീവനോടെ ഇരുന്ന് ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവമുള്ളതെന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ പറയാൻ അടികൾക്ക് ഒരുക്കി തന്നെ നല്ല അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യഹോവയാം യാഹിൽ ശാശ്വതമായ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുന്ന ദൈവത്തിന്റെ വചനം പോലെ അങ്ങയെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവേ അടികളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം അനേക വിഷയങ്ങൾ കർത്താവേ നിന്റെ മകൻ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ വെച്ചിരിക്കുന്നല്ലോ കർത്താവേ. ആ വിഷയങ്ങളെല്ലാവുമായി വീണ്ടും അടികൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു കർത്താവേ. അപ്പച്ചന്റെ വചനമാണ് 2-3 പേർ ഐകമത്യപ്പെട്ട പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ വിടുതൽ തരുവാൻ എന്റെ ദൈവം
ദൈവം ശക്തനും മതിയാവനുമായ ദൈവമാണല്ലോ. റഖദാര ഹത്തനന്തര ദാനിരകനാഹതുനാഥനെ ബബ രാജാതി രാജാവിന്റെ കരങ്ങളിലെ ഇരകാരകതേ ഹത്തുനാഥനെ അടികൾക്ക് ഭാരമെന്ന് തോന്നുന്ന വിഷയങ്ങളെ കർത്താവേ ഇരക കഥ ഹത്തുനേ ദിലേ രഗതേ ഹത്തുനാഥനെ ഇറക്കി വെക്കിയപ്പ. ശത്രു പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങൾ കർത്താവേ എങ്ങനെ ഇതിൽ നിന്നും കരയേറോ എന്ന് വിചാരിച്ചു കർത്താവേ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം കർത്താവേ ഈ പകൽക്കാലം കർത്താവേ ഇരാദരേ രഗതേ ഹത്തുനാഥനെ സാത്താനെ ജയിച്ച മരണത്തെ ജയിച്ച റഖദാ ഹത്തുനേ ദിലേ രഗതേ ഹതനേ ഹത്തുനാഥനെ ബബ ആ രാജാതി രാജാവിന്റെ കരങ്ങളിൽ ഇറക്കി വെക്കിയ കർത്താവേ ഹാലേൽ അങ്ങ് പ്രവർത്തിപ്പാൻ ശക്തനാണല്ലോ കർത്താവേ. അങ്ങ് സഹായിക്കുന്നതിനായിട്ട് നന്ദി പിതാവേ. ഈ ദൈവസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ കുടുംബമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ നിന്റെ മക്കളൊക്കെ പറഞ്ഞതുപോലെ കർത്താവേ ദൈവദാസൻ കർത്താവേ അടുത്ത മാസം ആദ്യം കടന്നു പോകുന്ന പ്രൊസീജിയറിലെ കർത്താവേ അങ്ങെല്ലാം ചന്ത ഉചിതമായി ഏറ്റെടുത്തിരിക്കാൻ നന്ദി കർത്താവേ. അഖിലാണ്ടത്തിന്റെ ദേവനെ അങ്ങയുടെ കരം കൂടെ ഇരുന്ന് എല്ലാം സന്തോഷിതമായി ചെയ്തെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. ആരോഗ്യത്തോടെ വീണ്ടും കർത്താവിന്റെ വേല ചെയ്യുവാൻ അങ്ങ് ശക്തീകരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. പഠന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ വിശ്വത്താൽ അവിടുന്ന് നിറയ്ക്കണമേ. കുടുംബമായി നിന്റെ മക്കളെ ആരോഗ്യത്തോടെ ബലത്തോടെ അനേകർക്ക് വെളിച്ചമാക്കി അങ്ങ് വീണ്ടും നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. വാഹനയാത്ര പോക്കുവരവിലെല്ലാം അങ്ങയുടെ പ്രൊട്ടക്ഷൻ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലിലെ തലമുറകളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുവാൻ അങ്ങ് നിർത്തുന്നതിനായിട്ട് നന്ദി കർത്താവേ. നീതിമാന്റെ നാളുകളെ അറിയുന്ന ദൈവം എല്ലാം സ്വന്തമായി ചെയ്യുന്നതിനായിട്ട് നന്ദി പിതാവേ. ദൈവമേ ഈ ചർച്ചിലെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഭവനത്തെ ഈ വാത്സല്യ ഭവനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു കർത്താവേ. നിന്റെ മക്കളെ കർത്താവേ പേരായ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നപ്പാ അനുഗ്രഹിക്കുമാറാണമേ. അവരങ്ങയുടെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ സകല വിഷയങ്ങളുടെ മേലും അങ്ങയുടെ അത്ഭുതകര ഈ ദിവസങ്ങളിൽ കാണുവാന് മകനെ മകളെ ഇതാകുന്ന നേരെയുള്ള വഴി എന്നുള്ള ഇമ്പസരം കൽപ്പിച്ച ഇവരെ നടത്തുന്നതിനായിട്ട് നന്ദി കർത്താവേ. പൈതലിനെ അനുഗ്രഹിക്കണമേ. അവരുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് കൂടെ ഇരിക്കണം. പിതാവിനെ സമർപ്പിക്കുന്ന ആരോഗ്യവും ബലവും കൊടുത്ത് വഴി നടത്തണമേ. പരിശുദ്ധ നല്ല ദൈവാനുസരിച്ചായി സ്തോത്രം. കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകര ചലിക്കുന്നതിനായിട്ട് നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അടികൾ ജയാളികളാണല്ലോ കർത്താവേ. കാരണം അടികൾ ജയാളിയായ ദൈവത്തെ സേവിക്കുന്നവരായതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുവാൻ അങ്ങയുടെ ബലമുള്ള കരങ്ങൾക്കുള്ളിൽ താണിരിപ്പാൻ ദൈവം വീണ്ടും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രവിനെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ അന്ത്യവരെയും നിലനിർത്തണമേ കർത്താവേ. അടികളെ കുടുംബമായി ദൈവകൃപയിൽ നിലനിർത്തണം. അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ കൃപ തരണേ. കുഞ്ഞുങ്ങളെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ കടന്നു വരുവാൻ ആഗ്രഹിച്ച ബെഞ്ചമിൻ ബ്രദറിനെ കുടുംബമായി ഓർക്കുന്നു കർത്താവേ. വരും ദിവസങ്ങളിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ കടന്നു വന്ന് അടിയങ്ങളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാളുകളാക്കി കർത്താവ് തീർക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മേഴ്സിമാമിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒത്തിരി ഭാരങ്ങളിൽ കൂടി മകള് കടന്നു പോകുന്നല്ലോ കർത്താവേ. ഹാലേൽ അതെല്ലാം വിടുതൽ കൊടുക്കുവാൻ എന്റെ ദൈവം ശക്തനാണല്ലോ കർത്താവേ. ഹാലേൽ അനാഥർക്കും ഹാലേൽ വിധവർക്ക് ന്യായപാലകനായ കർത്താവ് കൂടെ ഇരുന്നവരെ ജോത്സ്വരമായി നടത്തുമാറുടെ പ്രത്യാശയിൽ നിറയ്ക്കണമേ എന്ന് അടിയങ്ങയോട് യാചിക്കുന്നു കർത്താവേ. ഈ വടികൾ അനേക രോഗികളുടെ പേര് പറഞ്ഞല്ലോ കർത്താവേ. അവരെല്ലാം എന്റെ കർത്താവ് അറിയുന്നു. അവരിപ്പോ ആയിരിക്കുന്ന അവസ്ഥ അവിടുന്ന് അറിയുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി വിടുവിക്കണം. അവരെല്ലാം വിടുതൽ പ്രാപിച്ച സാക്ഷികളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങയോട് യാചിക്കുന്നു കർത്താവ്. ഈ ദൈവസഭയെ അനുഗ്രഹിച്ചാണ് അതിനെ വിസ്താരപ്പെടുത്തണം. വരും ദിവസങ്ങൾ അനേകർ ഒന്നുയർന്ന് കടന്നു വന്ന് ദൈവത്തെ മൗത്വപ്പെടുത്തുവാൻ അങ്ങ് മുഖാന്തരങ്ങളെ ഒരുക്കുന്നതിനായിട്ട് നന്ദി. നാട്ടിലാക്കുന്ന ദിവസത്തെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ശുശ്രൂഷ എല്ലാം അവിടുന്ന് മാനിക്കണം. ഒന്ന് യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശബ്ദവും ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനേക വിഷയങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിവർത്തിച്ചല്ലോ കർത്താവേ. അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട കൃപയ്ക്കായി സ്തുതി. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ള ഈ രാവിലെ അസാധ്യമെന്ന് കർത്താവിന്റെ നിഘണ്ടുവില്ല. എല്ലാം സാധ്യമാക്കുവാൻ ഞങ്ങൾ പലപ്പോഴും വിചാരിക്കും അത് നടക്കുമോ എന്ന്.
എന്നാൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഞാനെടുക്കുന്ന വിഷയങ്ങൾ, ഭാരമുള്ള വിഷയങ്ങൾ, കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയെ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ഓൺലൈനിൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ, അവരുടെ ഏത് വിഷയമായിരുന്നാലും ദൈവത്തിന്റെ അദൃശ്യകരമായ കരം ഈ പകൽക്കാലം അവരുടെ മുമ്പിൽ കൊണ്ടിറങ്ങിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്ക് ഹല്ലേലൂയ കർത്താവിന്റെ കരം ഇറങ്ങിയതുപോലെ ആ ശബ്ദത്താൽ മരിച്ച ലാസർ ഉയർന്നു. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലാ എന്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വെച്ച് എല്ലാ വിഷയങ്ങളും നിന്റെ സന്നിധിയിൽ വെക്കിയിടുക. അപ്പൊ ദൈവമേ സ്തോത്രം. ഞങ്ങൾക്ക് നല്ല ചർച്ചയായി സ്തോത്രം. ദിവസങ്ങളിൽ ഞങ്ങൾ ഫെസിലിറ്റിക്ക് വേണ്ടി അനേക ആൾക്കാർ കടന്നു ആരാധിക്കുവാനും പുതിയ സ്ഥാനങ്ങൾ നടത്തുവാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വഴികളും വാതിലുകളും അടികൾക്ക് വേണ്ടി തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നഷ്ടമാകല്ലേ, നഷ്ടമാകല്ലേ. നിത്യതയുടെ തീരത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടണം. അവരെ നീ സൂക്ഷിക്കണം. ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ അവരുടെ കണ്ണുകളെയും അവരുടെ ചെവികളെയും കണ്ണുകളെയും എന്റെ ദൈവം കാത്തുകൊള്ളുമാറാകട്ടെ. എടുക്കപ്പെട്ട സ്വത്ര വഴിപാടുകളുടെ വേലയെ മാനിച്ചതിന്റെ കുഞ്ഞുങ്ങൾ കൊടുത്തിരിക്കുന്നു. അമർത്തി കുലുക്കി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടെ ഞങ്ങൾ തിരസ്കരിക്കുമ്പോഴും എന്റെ വചനം പഠിക്കുമ്പോഴും എന്റെ വചനം കേൾക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ചൈതന്യമുളവാകും. കർത്താവിടെ ആക്കുമാറാകണം. പ്രാർത്ഥനയും ഈ യാചനകളൊക്കെ യേശു ക്രിസ്തുവിനെ ചോദിക്കുമ്പോൾ കേൾക്കണമേ. യേശു Amen. Praise God. Praise the Lord. I think every church should be known for something. Just like we have certain hospitals known for specialties like a heart hospital and things like that. So the Bible says that my house shall be known as the house of prayer, and that's what this church should be known for. The church that prays, and where people of God pray, the Lord will work. I remember before we read the scripture, I remember when I was a young person, like I was maybe 6 year, 7 year, 8 year. Those years, I used to be dragged by my parents for the prayer. They start praying like 7 o'clock in the evening. It goes into 1 o'clock, and then they go. My parents, my father goes to work. My mother never worked. So that is how the prayer life was in the early days. So somehow that is deeply rooted in me. So that is the early training about prayer. I do believe in prayer. The time we spend in prayer is not time wasted. Amen. It is time that well spent. I thank God for all of us who are praying here, and we all need to pray. And I know we all do pray in our own ways. Some pray in your heart, some pray vocally, verbally, and so it doesn't matter how we pray. The Lord always hears it. Hears it. Today is the Resurrection Sunday, and the world is celebrating that. The world celebrates Resurrection Sunday in different ways. So today, all the songs that we had, the psalms we selected, and the message we are going to hear is all about resurrection, the resurrection of Jesus Christ. And this morning, Sister Annie sent a WhatsApp message, which I saw it as I was driving. I asked my wife to read it to me, and she read. It's a beautiful resurrection message that came to us in the WhatsApp. I wish every one of us read it. And so we are going to focus the next few minutes to think about the resurrection of Jesus Christ. And our Babinamor is going to read from Matthew chapter 28. That verse is already spoken here, either in prayer or something. That verse 5 and 6.
The angel said to the woman, "Do not be afraid, for I know that you are looking for Jesus, who had been crucified. He is not here, for he has risen, just as he said. Come, see the place where he was lying." Praise God. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീൻ. This is the words we're going to focus on for the next few minutes. So when we study about, or when we think about the resurrection of Jesus Christ, it is a historical event. First of all, it is a historical event. But it didn't end in the history. So many things ends in history. But the life of Jesus Christ, it is historical. I'm not saying it is not historical. It's a historical event. But it is also a very present reality. It is real. That is why I said earlier that Jesus is here and he is in us and he is with us. He's holding our hands. He's talking to us. He is showing us the way. Jesus is real in today, right now. Jesus is the same yesterday, today, and forever. He's not past. He's not history. He was in the history, and he is here today, and he will be here forever. So that is what we have to think about Jesus. As we think about him, it's not just history. And so many people, as they celebrate in the world, they are celebrating the history of Jesus. They think Jesus came into this world. Someone named Jesus lived in a place. And he went through a lot of struggles and suffering. They think about the historical aspect of it. But when we think about the resurrection, it is personal to us. It is not only history, it is not only a present reality, it is a personal thing to us. It is personal in every one of our life. So this morning, what we are thinking is, the risen Christ is our living hope. Amen. And that is what it is. So, because Jesus died and he is rose from the dead, it brings a hope in our life, a future hope. An eternal life is the hope that Jesus brought to us and he gave to us. And I know when somebody prayed here, I'm not saying any names, and they said about Jesus conquering the death. Jesus conquering the death. That's what Jesus did. And because Jesus died, we don't need to be afraid of death anymore. Because he conquered death. He conquered death. And because we can now sing, we always sing this, and now he is not dead, he is a risen Christ, and because he lives, we can face tomorrow. We can face not tomorrow only, we can face today and tomorrow and every day that come into our life and every problem that comes along with it. I know every day brings some problem to all of us, and there are no one is immune from problems or troubles and worries, and everybody has it. And Christ never said, when you accept me, your color will be changed to white, or your hair will not gray anymore, and you will not get sick. He never promised any of those. He said there are going to be troubles in the world, but I am with you. I am with you not for one day, until the end of this world. I am going to be with you. And that is the hope that Jesus Christ, the resurrection of Jesus Christ gives to us. Is personal. It's just not history. It's personal. It is a present thing. This present thing also is going to give us a future living hope. So now,
when we look at, I wanted to present some facts about the resurrection. When we think about the resurrection, the first thing it is real. It's real. And so many people, even in the first century, said Christ didn't rise. You probably know that argument. Christ didn't rise. His disciples took him and hid him somewhere, and he's spreading some rumors about the resurrection of Christ. So there were people right from the beginning of that time trying to discredit the facts of resurrection. But we cannot just believe that argument if the disciples, as they accused, if the disciples took the body of Jesus and hide it somewhere, how in the world the same Jesus would reveal himself to too many people in too many different occasions and publicly revealing himself, coming to reveal himself to the disciples and others. So it was not just, probably was a gossip of those days. But even today, even as the world is trying to remember Jesus and remember the resurrection day and then celebrate with something else at the end. They don't always celebrate like us. So they celebrate with so many different ways. But the fact is that Jesus is risen. It is a real fact. And one thing that I would mention is the resurrection is not a myth. It is not an allegory. It is not a metaphoric story. It is a real fact. It's a real fact. And why it is a real fact? If Jesus, one thing is very special about Christianity is the resurrection. The resurrection is what makes Christianity different from all the other religions of the world. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്ത്യാനിറ്റിയെ മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. That is what it is. Because we have so many religions in the world. When I speak about religion, I'm not accusing any religion, and I'm not saying bad things about religion. It's fine to have so many religions in the world. Everybody have a right to believe their own religion, and I'm not going to accuse any of those. But all the religions of this world have good teachings as well. They have good teachings. Like if you study Buddhism, Buddhism has probably some of the best teachings, and they teach about having no desire in this world. That is one way to live a happy life, according to Buddhism, is have no desire. Then somebody said that is a desire. To have a desire, not to have a desire, is a desire. So desire is actually born in everyone's life. So they all have good teachings, and there is nothing wrong with reading those teachings of other religions. I do read them, and I like to read, and I like to know what other people say. But what makes Christianity so different and so unique is the Savior is not just dead. And he came and he was crucified and he was dead and he was buried and the grave could not hold him down. And he is resurrected. Amen. And because he is resurrected, when we especially read these scriptures for our dear mother's funeral time, 1 Corinthians chapter 15, that we read so many different verses from that chapter. But that chapter is asking one question. If Christ is not risen, then how can you believe that you're going to be risen? So the guarantee of our own resurrection is based on the fact of the resurrection of Jesus Christ. And Apostle Paul said in this 1 Corinthians chapter 15 verses 12 to 19, I'm not going to read all of that, but
that portion says that if we ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ ക്ഷമ, the forgiveness of our sin happened because Christ is resurrected. Christ is resurrected. We have so many religious founders. There are so many religions in the world, and there are people behind those religions. They established those religions. They lived during a certain period in history, and they had a good time in this world. They died. They died and they buried, and their tombs are still here. But there is an empty tomb. Why? In that little Facebook post I read yesterday, he said he is not here. Is because it is telling that this Savior is different. Amen. He is not like the other religious founders of the world. He is a sinless Savior. He is the Son of the living God. And he is not just an ordinary human being. He came into this world with one purpose. And that purpose was to save the lost, the people who were affected by the sins and the curses. And there is, when we talk about curse, I'm not talking about curse breaking. I don't believe any of those things. First of all, I believe when you believe in God, there is no curse. Your curse is gone. But there are curses in this world. So when we accepted Jesus Christ, we have deliverance from sin and everything else associated with this. We are completely delivered from the sins and everything else that is trying to hurt and take away us from our faith. There are a lot of those type of things in this world. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ ശക്തികൾ ഈ ലോകത്തുണ്ട്. നമുക്ക് മനഃശാസ്ത്ര പ്രകാരം തെളിയിക്കാനോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനോ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്തുണ്ട്. അതെല്ലാം തെളിയിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ, അത് നിമിത്തമുള്ള ഫൈറ്റുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. കാരണം നമ്മോട് കൂടെ ഉള്ളവൻ ജയവീരനാണ്, ജയിച്ചവനാണ്, തോറ്റവനല്ല. മരണത്തെ അതിജീവിച്ചവൻ, മരണത്തെ മാത്രമല്ല ലോകത്തെ മുഴുവനായിട്ട് അതിജീവിച്ചവൻ, വീണ്ടും വരുന്നവൻ, അധികാരം പ്രാപിച്ചവൻ. നാം പാടിയതുപോലെ പുസ്തകം തുറക്കാൻ അധികാരമുള്ളവൻ, വാതിലുകൾ അടയ്ക്കാൻ അധികാരമുള്ളവൻ, വാതിലുകൾ തുറക്കുവാൻ അധികാരമുള്ളവൻ, യാതൊന്നിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തവൻ. ആ ഒരു രക്ഷിതാവ് നമുക്കുള്ളത് എത്ര മഹത്വകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ദൃഷ്ടികൾക്ക് കാണുവാൻ കഴിയാത്ത ശക്തികൾ നമുക്കെതിരെ സൃഷ്ടിച്ചാലും അതിന്റെ മീതെ നമുക്ക് ജയമുണ്ട്. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമാവിനെയും നീ മെതിച്ചു കളയും. നിന്റെ ഇടത്ത് വലര് വീഴും, നിന്റെ വലത്ത് വലര വീഴും, പക്ഷെ അതൊന്നും നിന്നോട് അടുത്തു വരികയില്ല. കാരണം നമ്മൾ അത്യുന്നതിന്റെ മറവിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ അവസാനിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിനോട് കൂടിയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും എന്നതിന്റെ ഗ്യാരണ്ടിയാണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. So in our Christian faith, the resurrection is very foundational. It's very foundational. It is the guarantee for our eternal life. So when we think about our Jesus, our Savior being resurrected, it gives us a personal hope. It gives us a personal hope for our eternal life. So number two,
is a continuation of what I'm saying. The resurrection brings us hope. First of all, the resurrection is real. It's real. It's not a story. It's not history. It is real. Resurrection is real. And secondly, the resurrection of Jesus Christ brings us hope. The empty tomb, ഒഴിഞ്ഞ കല്ലറ, ശൂന്യമായ കല്ലറ, അവിടെ സ്ത്രീകൾ, നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് മറിയയും മറ്റേ മറിയയും, മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും, two Marys came to see Jesus Christ, but they saw the empty tomb. ഇവിടെ നമ്മൾ 1 പത്രോസ് 1:3 വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. That's what I want you to believe. Pay attention to. ജീവനുള്ള പ്രത്യാശയ്ക്കായി. Living hope. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമുക്ക് ഒരു hope ഉണ്ട്. That hope is a living hope. And now, even in the English versions, it said a living hope. So I was thinking this morning as I was looking at these verses, why it is stated as a living hope. A living hope. When they can just say a hope, that should be enough, actually. That should be enough to say a hope. We have hope. That should be clear, and that should be enough. But Apostle went and used the word a living hope. Why? Why is that? What is the difference in the living hope? When I thought about this, what came to my mind is everything that is living is moving, or it is working, it is doing something. So when we say our hope is a living hope, the hope that we have today in us is actually a moving hope. Actually, it does something. Amen. It works something in us. It's not a hypothesis. You know, when we think about hypothesis, or it is a formula. It's nothing like that. That is all dead. Actually, you have a scientific formula. It actually will work when somebody go through the process. When somebody take the test tube and put the fire, put all the chemicals, it produces something. But if that is a living something, it will always produce it. You don't have to have somebody to come and put the light and put all the chemicals in it. But if that thing is a living formula, that will continually, every minute, it will keep on working. And that's what came to my mind. So when Jesus is going to give us a living hope, it is a hope that always going to be working. Amen. And it is not that sometimes. It is not occasionally a working formula. It is working always. When Jesus said, "By my stripe that you shall be healed," it means it will work continuously. Amen. It will work 24 hours and 365 days. Amen. When Jesus said that I will be with you even until the end of the world, that means that is a living formula, that Christ is with us and continually working in our life. Amen. When Jesus said, when his name said that I am called Emmanuel, that I am going to be with you, that means continually it is a living presence of Jesus. When Apostle Paul said, "Christ in you, the hope of glory," that means is moving continually in us. Amen. So it's not that we are going to meet this Jesus at the other shore. We are meeting him here. Amen. We are actually experiencing him right now. Hallelujah. And we are experiencing his presence and the work. Because our hope is a living hope. It already started. We continue to experiencing it. That is preparing us to one day for whatever is his final hope that is
promise to us ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഈ ജീവനുള്ള പ്രത്യാശ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത് അവസാനത്തെ ദിവസങ്ങളാണ്. It's going to be revealed at the end. So first of all, the resurrection is real, and secondly, it is giving us a living hope. Now third, because we believe in the resurrection of Jesus Christ, the resurrection of Jesus Christ demands a response from us. നമ്മൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മളിൽ നിന്നും ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം ആവശ്യമാണ്. We have to respond to the resurrection of Jesus Christ. നമ്മൾ മഹിമ കണ്ട സാക്ഷികളാണ്. ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നമ്മളിപ്പോൾ ഒരു വലിയ ബെൻസ് കാറ് ഒക്കെ വിൽക്കുന്ന വലിയൊരു ഷോറൂമിൽ പോയി അവിടെ വില കുറച്ച് പിന്നെ വണ്ടി കൊടുക്കുന്ന അറിയാൻ നമ്മളുണ്ടായിരിക്കും. നമുക്കറിയാവുന്നവരെല്ലാം വിളിച്ച് പറയത്തില്ലേ? അപ്പൊ പ്രത്യേകിച്ച് ബെൻസ് കാർ വാങ്ങിക്കാൻ താല്പര്യമായിട്ടിരിക്കുന്നവരെ നമുക്കറിയാം. അപ്പൊ അവരെല്ലാം വിളിച്ച് പറയും, ഇവിടെ ഉണ്ട്, the price is very much discounted, you have to go and get one. So അങ്ങനെ ഒരു earthly discount കൊടുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമുക്ക് അറിയുമ്പോൾ ആ ഒരു ന്യൂസ് പരത്തുവാൻ നമ്മൾ എന്തുമാത്രം താല്പര്യം കാണിക്കും. അതിലൊക്കെ എത്രയോ ഉപരിയാണ് ഒരു മനുഷ്യന്റെ നിത്യജീവന്റെ കാര്യത്തെ കുറിച്ച് യേശു ക്രിസ്തു സൗജന്യമായി ഈ ലോകത്തിന് രക്ഷ നൽകുന്ന വിവരം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന റെസ്പോൺസ്. That is a response that we need to give. പക്ഷെങ്കിൽ ഈ റെസ്പോൺസ് പലർക്കും പ്രയാസമുള്ള ഒരു റെസ്പോൺസാണ്. ഞാൻ ആരെയും അക്യൂസ് ചെയ്യുന്ന ഒരാളല്ല. പലർക്കും ഇത് ഒരു പ്രയാസമുള്ള റെസ്പോൺസാണ്. ചിലർക്ക് ഈ ന്യൂസും കൊണ്ട് പോകാൻ ഇച്ചിരി മടിയാണ്. മടി എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പോയി പറയുന്നത്, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും. അപ്പോൾ ചിലർക്ക് ഇത് പറഞ്ഞാൽ ശരിയാകുമോ, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമോ, ഞാൻ പറഞ്ഞാൽ എൻ്റെ വില ഇടിയുമോ, അങ്ങനെയുണ്ട്. നമുക്കൊരു വിലയുണ്ട്, നമ്മുടെ വില ഇടിയുമോ, അങ്ങനെ പിന്നെ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ, പല തരത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരും. പക്ഷെങ്കിൽ പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമ്മൾ ലജ്ജയില്ലാത്ത സാക്ഷികളാകണം. കാരണം നമുക്ക് എന്തെങ്കിലും വില ഇന്ന് നമുക്കുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന വില മാത്രമേ ഉള്ളൂ. ദൈവത്താൽ നമുക്ക് ലഭിച്ച വിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വില. ആ വില ദൈവത്തിന് വേണ്ടി ഇടിയുന്ന കാര്യത്തിലും നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാകും. നമുക്ക് സുവിശേഷമായിട്ട് ഒരാളടുത്ത് ചെന്ന് കർത്താവ് പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും, just go and mind your business. അങ്ങനെ പറയാം തീർച്ചയായിട്ടും പറയുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ശ്രദ്ധിച്ച ഒരു മനുഷ്യ ജീവിതം ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നാൽ ആ ജീവന്റെ വില സർവ്വ ലോകത്തിന്റെ വിലയേക്കാൾ ഏറ്റവും അധികമാണ്. അപ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ പണം കൊണ്ടുവന്ന് സഞ്ചിക്കാതിടാനോ, അത് വേണമെന്നല്ല, ആരും അതുകൊണ്ട് നാളെ മുതൽ സ്വാതന്ത്ര്യ കൊണ്ടുവരാതിരിക്കരുത്. ബട്ട് അങ്ങനെ പണം കൊണ്ടുവന്ന് സഞ്ചിക്കാതിരുന്ന ആ ഒരു പ്രവൃത്തിയിലല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്ന കാര്യത്തിലാണ്. അപ്പോൾ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന, നമ്മൾ റെസറക്ഷൻ ഒരു വർഷത്തിൽ ഒരിക്കൽ റെസറക്ഷൻ എന്ന് ആഘോഷിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു വർഷത്തിന്റെ 365 ദിവസവും ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. ഒരു വ്യക്തി ആയാലും മതി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ that is the biggest thing that we can do. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ ലൈഫിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അതാണ് എന്റെ വിശ്വാസം. നമ്മളെ കൊണ്ട്
എത്രയും പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമോ അത്രയും പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ നമ്മൾ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് യേശുവിന്റെ ഫോർഗീവ്നെസ് മറ്റുള്ളവരെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സേവിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ്. നമ്മുടെ സഭകളൊക്കെ ഇന്ന് സേവിക്കുന്ന സഭകളല്ല, വളരെ കർത്തൃത്വം നടത്തുന്ന സഭകളാണ്. നിങ്ങൾക്ക് വേണേ വന്നോണം, വേണ്ടെങ്കിൽ പൊക്കോണം, ഡോറെപ്പോഴും തുറന്നു കിടക്കുകയാണ്. So that I heard this in so many places. But this church should be a serving church. It should be a church that serve other people. In our own members and our community. That is what Jesus came into this world for. യേശു ഈ ലോകത്തിൽ വന്നത് ഈ സേവനം സ്വീകരിക്കാനല്ല, സേവനം കൊടുക്കാനാണ്, അനേകരെ രക്ഷിക്കാൻ, അനേകർക്ക് വേണ്ടി സേർവ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിൽ നിന്നും യേശു പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ്, ദൈവം പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ് പറയുന്നത് take the message of forgiveness to others and serve others, and then we can bring people to trust in God. ദൈവത്തെ നമ്മൾ മറ്റുള്ളവർ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ we have to have this mindset of sharing the forgiveness message to others. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ യേശുവിന്റെ റെസറക്ഷൻ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ച് ഒരു ലിവിങ് ഹോപ്പിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ആ മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ലൈഫാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ മറ്റൊരു റെസ്പോൺസ്. You live the life based on the resurrection of Jesus Christ. കഴിഞ്ഞ ദിവസം I know I talked to Brother Wilson and Sister Minnie, and they asked me a question, and I said, how do we know there is Holy Spirit working in our life? And I said, when Holy Spirit works, there will be repentance. How do we know the wind is blowing? You know, the wind is going to move things around. So if നമ്മുടെ വലിയ ശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ലെങ്കിൽ അത് കാറ്റൊന്നുമല്ല, മറ്റെന്തോ ആണ്. അപ്പൊ എന്ന് പറഞ്ഞതിന്റെ കൂട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ക്രമീകരിക്കപ്പെട്ട ജീവിതം, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാത്ത ജീവിതം, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ജീവിതം, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന ജീവിതം. ആ ഒരു ജീവിതമാണ് ഒരു ലിവിങ് ഹോപ്പ് ഉള്ള ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതമാണ് നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ജീവിതം. അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ സംസാരിച്ചു. 1, resurrection is real. 2, resurrection is giving us living hope. And 3, resurrection is inviting a response from us. ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കെട്ടുകഥയല്ല, കേൾവിക്കഥയല്ല. അത് ഒരു മനുഷ്യന്റെ ഇമാജിനേഷനിൽ ഉണ്ടായ കാര്യമല്ല. That's a real fact. It is a real fact. അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനമാണ്. ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റൽ ഫെയ്ത്തിന്റെ അടിസ്ഥാനം, ഞാൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നില്ല, പെന്തക്കോസ്റ്റൽ ഫെയ്ത്തിന്റെ അടിസ്ഥാനമാണ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇത് അവസാനിപ്പിക്കുമ്പോൾ അച്ചായൻ അവസാനം പ്രാർത്ഥിക്കും, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ള പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ആരാധന അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. രാജരാജനായ
Amen. Glory, 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 glory. Praise you, Jesus. Amen. Yes. Praise you. ഈ പറഞ്ഞോലെല്ലാരും ആത്മാക്കളെ കൂട്ടി സഭയിലുള്ള വിശ്വാസികളെല്ലാം ഓരോരുത്തരും ആവശ്യം പറഞ്ഞു കർത്താവെ സഹായിക്കണം. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സദസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാവതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്വേഷിച്ചുകൊണ്ടുള്ള ആലോചിക്കല്ല പ്രാർത്ഥിക്കുന്ന എല്ലാവരോടെയും രോഗത്തിലെ പ്രയാസത്തിനു വേണ്ടി പ്രാർത്ഥികർത്താവേ അടുത്ത കർത്താവേ കർത്താവേ സാന്നിധ്യം കർത്താവ് തന്നെയാണ് നാട്യമാരായ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രയാസം ഉണ്ടാകട്ടെ. കർത്താവിന് മൈനയോടെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ആരോഗ്യത്തോടെ സഭയെ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിനെ ഒരുപാട് കർത്താൻ യേശു കർത്താവിന്റെ വലിയേറെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. Praise God. അനുഗ്രഹത്തോടെ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.